കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോവിഡിന് ശേഷം ബ്രിട്ടനിലെ വർക്ക് ഫോഴ്സിൽ വൻ കൊഴിഞ്ഞുപോക്ക്. 1980 ശേഷം വന്ന ഏറ്റവും വലിയ കുറവാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇത് നികുതി പോലുള്ള വരുമാനങ്ങളിൽ സർക്കാർ ഖജനാവിന് വരുത്തുന്ന നഷ്ടം പ്രതിവർഷം 16 ബില്യൺ പൗണ്ട് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കോവിഡിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിൽ വിപണിയിൽ നിന്നും അകന്നുപോയത്. ഇവർ തിരികെ വരാത്തത് സമ്പദ്ഘടനയെ ക്ഷീണിപ്പിക്കുകയും സർക്കാർ ഖജനാവിനെ ശോഷിപ്പിക്കുകയും ചെയ്തു എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 16 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം തൊഴിൽ രംഗം വിട്ടുപോയതോ തൊഴിൽ അന്വേഷിക്കാത്തവരോ ആയി 8 ലക്ഷം പേർ വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2008 സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഇത്രയധികം പേർ തൊഴിൽ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മൊത്തം ജനസംഖ്യയും തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം കോവിഡ് പൂർവ്വകാലത്തിന് സമാനമായി നിലനിർത്തുകയാണെങ്കിൽ ബ്രിട്ടനിലെ സമ്പദ് വ്യവസ്ഥ 25 മില്യൺ പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകുമായിരുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു. തൊഴിൽ ചെയ്യുന്നവർ നൽകുന്ന നികുതിയിൽ നിന്നും മാത്രം 16 ബില്യൺ പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകുമായിരുന്നു. അതേസമയം വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും ഒരു തൊഴിൽ പോലും ചെയ്യാതിരിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാവുകയാണ്. ഇവരിൽ പലരും തൊഴിലെടുക്കാതിരിക്കുന്നത് കാരണമായി പറയുന്നത് അനാരോഗ്യമാണ്. വികസിത രാജ്യങ്ങളിൽ പൊതുവെ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കൂട്ടത്തോടെ ആളുകൾ തൊഴിലുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ബ്രിട്ടന്റെ സ്ഥിതി. 8 മാസത്തോളം ദിവസം 13 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചു. NHS സൈക്കോളജിസ്റ്റിന് 87,000 പൗണ്ട് നഷ്ടപരിഹാരം. NHS സൈക്കോളജിസ്റ്റായ ഡോക്ടർ പിപ്പ സ്റ്റാർവർത്തിക്കാണ് 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടി വന്നത്. 8 മാസക്കാലം ഈ അവസ്ഥ തുടർന്നു. വൻതോതിലാണ് ഇവർക്ക് മേൽ ജോലിഭാരം വന്നതെന്ന് എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണൽ വ്യക്തമാക്കി. ഹെൽത്ത് സർവീസ് തനിക്കൊരു പിന്തുണയും നൽകിയില്ലെന്ന് കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കാൻ സഹായം വേണമെന്ന് അപേക്ഷിച്ചിട്ടും മേധാവികൾ പരിഗണിച്ചില്ല. തന്റെ ആവശ്യം പലതവണ പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഇവർ ജോലി രാജിവെച്ചു. 2009 മുതൽ സൗത്ത് വെസ്റ്റ് ലണ്ടൻ ആൻഡ് സെന്റ് ജോർജ് മെന്റൽ ഹെൽത്ത് NHS ട്രസ്റ്റിലെ ട്രോമാറ്റിക് സ്ട്രെസ് സർവീസിൽ ക്ലിനിക്കൽ ലീഡായി ഡോക്ടർ സ്റ്റാൾവർത്തി ജോലി ചെയ്തിരുന്നു. 2019 ജനുവരി മുതൽ റഫറലുകൾ വർദ്ധിച്ചതോടെ താനും ടീമും അധിക സമയം ജോലി ചെയ്യുന്നതായി മേധാവികളെ അറിയിച്ചിരുന്നു. തനിക്കൊപ്പം ജോലി ചെയ്യുന്നവരും നിരാശയിലായിരുന്നു. പിന്നാലെയാണ് ഡോക്ടർ രാജിവെച്ചത്. 87,000 പൗണ്ട് നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ ട്രിബ്യൂണൽ വിധിച്ചത്. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പണപ്പെരുപ്പം ഉയരുമെന്ന ആശങ്കയിൽ പലിശ നിരക്കുകൾ 5% നിലനിർത്തി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. പണപ്പെരുപ്പം പ്രഖ്യാപിത ലക്ഷ്യത്തിൽ തുടരാത്തതും ഉയരുമെന്ന ആശങ്ക മൂലമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 5% നിലനിർത്തിയത്. ആഗസ്റ്റിൽ വാർഷിക പണപ്പെരുപ്പ നിരക്ക് 2.2%. അതുകൊണ്ട് അടിസ്ഥാന പലിശ നിരക്കുകൾ 5% നിലനിർത്താൻ വ്യാഴാഴ്ച ചേർന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു. പണപ്പെരുപ്പം വീണ്ടും തലപൊക്കുമെന്ന ആശങ്കയിലാണ് കടമെടുപ്പ് ചെലവുകൾ മാറ്റമില്ലാതെ നിലനിർത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വോട്ട് ചെയ്തത്. അതേസമയം പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള വഴിയിലേക്ക് നീങ്ങുകയാണെന്ന് ബാങ്ക് ഗവർണർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ കടമെടുപ്പ് ചെലവുകൾ ഇപ്പോൾ താഴാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഗവർണർ ആൻഡ്രൂ ബെയ്ലി വ്യക്തമാക്കി. അതിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 8 അംഗങ്ങൾ നിരക്ക് നിലനിർത്താനും ഒരാൾ കുറയ്ക്കാനും വോട്ട് ചെയ്തു. ഇതോടെ കുടുംബ ബജറ്റുകൾക്ക് മേൽ ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് താൽക്കാലിക ഇടവേളയായി. കഴിഞ്ഞ മാസമാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി ബാങ്ക് പലിശ നിരക്ക് കുറച്ചത്. 2022 അവസാനം പണപ്പെരുപ്പം 11% വരെ കൊടുമുടി കയറിയ ശേഷം തിരിച്ചിറങ്ങിയെങ്കിലും നിരക്കുകൾ ഉയർന്ന തോതിൽ തുടരുകയാണ്. പണപ്പെരുപ്പ സമ്മർദ്ദം കുറയുന്നുണ്ടെങ്കിലും മോണിറ്ററി പോളിസി കമ്മിറ്റി അതിവേഗത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രതീക്ഷ വേണ്ടെന്ന് ബെയ്ലി പറഞ്ഞു. നവംബറിൽ ചേരുന്ന അടുത്ത പോളിസി യോഗത്തിൽ നിരക്കുകൾ 4.75% കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിപണികളുടെ പ്രതീക്ഷ. മോർഗേജ് അടവുകളുടെ കുറവുകൾക്കും അതുവരെ കാത്തിരിക്കേണ്ടി വരും. മാഞ്ചസ്റ്ററിനടുത്തുള്ള ഹാൻസ്ഫോർത്തിൽ സൈക്കിൾ യാത്രക്കാരി വാഹനമിടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളി യുവതി അറസ്റ്റിൽ. ടേബ്ലി റോഡിൽ താമസിക്കുന്ന 42-കാരിക്കെതിരെ ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ബുൾസ് ഹെഡ് പബ്ബിന് സമീപമുണ്ടായ അപകടത്തെ തുടർന്ന് 62-കാരിയായ സ്ത്രീ ആശുപത്രിയിൽ മരിച്ചു. വിംസ്ലോ റോഡിലൂടെ വാഹനമോടിക്കുകയെ മലയാളി യുവതിയുടെ വാഹനം സൈക്കിൾ യാത്രക്കാരിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച ക്രൗൺ കോടതിയിൽ ഹാജരായ യുവതിക്കെതിരെ അപകടകരമായ ഡ്രൈവിംഗ്, റോഡ് അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോകൽ, ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നീ ഗുരുതര കുറ്റങ്ങളാണ് നേരിടുന്നത്. ഒക്ടോബർ 21 ചെസ്റ്റർ ക്രൗൺ കോടതിയിൽ ഹാജരാകണം. ലൈസൻസും ഇൻഷുറൻസും ഇല്ലാത്തതിനാൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കാക്കിയാകും ശിക്ഷ. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ വാഹനം പിടിച്ചെടുക്കാനാകും. വാഹനം ഓടിക്കുന്നയാൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഉണ്ടാക്കുന്ന അപകടത്തിന്റെ നഷ്ടപരിഹാരം സ്വയം അടച്ചു തീർക്കേണ്ടി വരും. സമാന സാഹചര്യത്തിൽ മലയാളി യുവാവ് കാർ നിർത്താതെ പോയതടക്കമുള്ള കുറ്റത്തിന് ബ്രൈറ്റൺ കോടതിയിൽ 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായത് ഏതാനും മാസം മുൻപ് മാത്രമാണ്. മാനസിക സംഘർഷത്തിൽ ജോലിസ്ഥലത്തും സാമൂഹ്യ ജീവിതത്തിലും അപകടങ്ങൾ തുടർക്കഥയാകുന്ന പതിവിലേക്ക് എഴുതി ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ ഹിറ്റ് ആൻഡ് റൺ കേസും. സർക്കാരിന്റെ പുതിയ സ്റ്റുഡന്റ് വിസ നിയമത്തിലുള്ള പരിഷ്കാരം മൂലം യൂണിവേഴ്സിറ്റികൾ നേരിടുന്നത് വൻ സാമ്പത്തിക തകർച്ച.
വിദേശ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ ഫീസ് കുതിച്ചുയർന്നത് ബ്രിട്ടനിലെ പല യൂണിവേഴ്സിറ്റികൾക്കും ഏറെ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു. എന്നാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിസ നിയമം സർക്കാർ കൂടുതൽ കർശനമാക്കിയതോടെ പല യൂണിവേഴ്സിറ്റികളും സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലെത്തി നിൽക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 6.2 ബില്യൺ പൗണ്ടാണ് വിദേശ വിദ്യാർത്ഥികളുടെ ഫീസായി ബ്രിട്ടനിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നത്. എന്നാൽ കുടിയേറ്റം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ പുതിയ നിയന്ത്രണങ്ങളുടെ ഫലമായി വിദേശ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 16% കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 20,000 വിദ്യാർത്ഥികൾ കുറവ്. ഇത് ഒരു വർഷം ഏകദേശം 1 ബില്യൺ പൗണ്ട് ഫീസിനകത്ത് നഷ്ടപ്പെടുന്നതിന് കാരണമാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. PhD ഒഴിച്ചുള്ള കോഴ്സുകൾക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ കൂടെ കുടുംബത്തെ കൊണ്ടുവരുന്നതിൽ നിന്ന് വിലക്കിയതാണ് പ്രധാനമായും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ ഇടയാക്കിയിരിക്കുന്നത്. UK യൂണിവേഴ്സിറ്റികളുടെ വരുമാനത്തിൽ 6 ബില്യൺ പൗണ്ട് ലഭിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിൽ നിന്നാണ്. അതായത് യൂണിവേഴ്സിറ്റിയുടെ മൊത്തം ഫണ്ടിങ്ങിന്റെ 13.1% ഇത് വരും. ഏകദേശം 7 വർഷം മുമ്പ് ഇത് 2.2 ബില്യൺ പൗണ്ട് ആയിരുന്നു. റെഡ്ഫോർഡ്, ഈസ്റ്റ് ലണ്ടൻ, കവൻട്രി എന്നിവ ഉൾപ്പെടെയുള്ള 15ഓളം യൂണിവേഴ്സിറ്റികൾ കൂടുതലായി വിദേശ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതോടെ ഈ യൂണിവേഴ്സിറ്റികളുടെ മൊത്തം ഫീസ് വരുമാനത്തിന്റെ 25% മുതൽ 55% വരെ ഇപ്പോൾ ലഭിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വരുമാനത്തിൽ കുറവുണ്ടായാൽ പല യൂണിവേഴ്സിറ്റികളും തകർന്നു പോകുമെന്നാണ് മുൻ സർക്കാർ ഉപദേഷ്ടാവും ഹയർ എഡ്യൂക്കേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ നിക് ഹിൽമാൻ പറയുന്നത്. മൊത്തം വരുമാനത്തിന്റെ 27% വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സർ ഡേവിസ് ബെൽ പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾ പല യൂണിവേഴ്സിറ്റികളെയും തകർക്കുമെന്നാണ്. മാത്രമല്ല കഴിഞ്ഞകാല സർക്കാരിലെ പല മന്ത്രിമാരുടെയും പ്രസ്താവനകൾ നൽകിയിരുന്ന വ്യംഗ്യാർത്ഥം UK വിദേശ വിദ്യാർത്ഥികൾക്കായി പടിവാതിലുകൾ അടച്ചു എന്നതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. UK നഴ്സിംഗ് മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും പ്രമുഖ യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇതാദ്യമായി മലയാളി നഴ്സും. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റലിൽ സീനിയർ ക്രിട്ടിക്കൽ കെയർ നഴ്സായ പാല സ്വദേശി ബിജോയ് സെബാസ്റ്റ്യനാണ് മത്സര രംഗത്തുള്ളത്. ബിജോയ് ഉൾപ്പെടെ 6 പേരാണ് മത്സരിക്കുന്നത്. 2025 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെ 2 വർഷമാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിന്റെ കാലാവധി. ഇവരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഒക്ടോബർ 14 മുതൽ RCN അംഗങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റൽ ബാലറ്റിലൂടെയാണ് വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1916 കേവലം 34 അംഗങ്ങളുമായി UK പ്രവർത്തനം ആരംഭിച്ച യൂണിയനാണ് RCN. ഇന്ന് UK ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ അംഗരാജ്യങ്ങളിൽ നിന്നും 5 ലക്ഷത്തിൽ പരം ജീവനക്കാരാണ് RCN അംഗത്വം എടുത്തിരിക്കുന്നത്. ഇവരിൽ ധാരാളം മലയാളി നഴ്സുമാരും ഉൾപ്പെടുന്നു. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായാണ് ഒരു മലയാളി മത്സരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് പഠനത്തിനും 1 വർഷത്തെ സേവനത്തിന് ശേഷം 2011 ബാൻഡ് 5 നഴ്സായി ഇംപീരിയൽ കോളേജ് NHS ട്രസ്റ്റിൽ ജോലിയിൽ പ്രവേശിച്ച ബിജോയ് 2015 ബാൻഡ് 6 ആയും 2016 ബാൻഡ് 7 ആയും തന്റെ കരിയർ മികച്ചതാക്കി. 2021 ബാൻഡ് 8A തസ്തികയിൽ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. യൂണിയൻ അംഗങ്ങളായ മലയാളികൾ മുഴുവനും വോട്ട് ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി RCN പ്രസിഡന്റ് ആകും. കൂടുതൽ UK, യൂറോപ്പ്, ഓസ്ട്രേലിയൻ, USA വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.